Hi, hello friends. Welcome to the new section of Almost PC channel. ബയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി, സിവിക്സ്, പൊളിറ്റിക്സ് അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും പഠിച്ച് നമ്മൾ മടുത്തിരിക്കുക അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്തിരി ആംഗലേയ ഭാഷ പഠിച്ചാലോ? ഇംഗ്ലീഷ് കുറച്ച് പഠിക്കുക അല്ലേ? അപ്പോൾ ഇംഗ്ലീഷിനകത്ത് പി സിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ടോപ്പിക്ക് നമുക്കിന്ന് പഠിക്കാം. അതായത് 4 ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ഇൻ ഇംഗ്ലീഷ്. 4 ടൈപ്പ് സെൻറ്റൻസസ് ഇംഗ്ലീഷിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഒന്നാമത്തേതാണ് അഫർമേറ്റീവ് ഓർ ഡിക്ലറേറ്റീവ് ഓർ അസേർട്ടീവ് സെൻറ്റൻസ്. ഇത് ദാറ്റ് അഫിംസ് ഓർ ഡിനൈസ് സംതിങ്. ഒന്നെങ്കിൽ ഒരു കാര്യത്തെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുകയോ ചെയ്യുന്ന സെൻറ്റൻസ് ആണ്, ഒരു പ്രസ്താവനയാണ് എന്തെന്ന് പറയുന്നത്, അസേർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. എന്താണ്? മേരി ഈസ് എ ഗുഡ് ഗേൾ. മേരി നല്ലൊരു കുട്ടിയാണ്. അത് നല്ലൊരു പ്രസ്താവനയാണ് അല്ലേ? ഇനി മൈ ബ്രദർ റെയർലി ടെൽസ് ലൈസ്. എന്താണ്? എൻ്റെ ബ്രദർ വളരെ വിരളമായിട്ടേ കള്ളം പറയാറുള്ളൂ. അതെന്താണ്? ഒരു പ്രസ്താവനയാണല്ലേ. നെക്സ്റ്റ് വൺ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ദാറ്റ് ആസ്ക് ക്വസ്റ്റ്യൻസ്. എന്താണ്? ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യുന്ന എന്ത് ഇതാണെങ്കിലും അതിനെ നമ്മൾ ഇൻട്രോഗേറ്റീവ് എന്ന് പറയുന്നു. അത് നമ്മൾ WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നുണ്ട്. എന്താ? ഹൂ, വാട്ട്, ഹൗ, ഡസ്, ഹൂ, വാട്ട്, വിച്ച്, അങ്ങനെ പോകുന്ന സെൻറ്റൻസിന് WH ക്വസ്റ്റ്യൻസ് നമ്മൾ പറയാറുണ്ട്. അതിന് എന്താണ് എക്സാമ്പിൾ? വേർ ഈസ് യുവർ ബ്രദർ, വാട്ട്സ് യുവർ നെയിം, വേർ ഈസ് യുവർ ഹൗസ്, എല്ലാം എന്താണ്? WH ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യൻസും ആണ്. ഇനി അടുത്തത് ഇമ്പരേറ്റീവ് സെൻറ്റൻസ്. അത് എന്താണ്? കൂടുതലായിട്ടും കമാൻഡ്, റിക്വസ്റ്റ്, അഡ്വൈസ് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നതെല്ലാം ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. അത് കമാൻഡ് കൊടുക്കുക. ഇപ്പം ഷട്ട് ദ ഡോർ, ഓപ്പൺ ദ ഡോർ, ഷട്ട് യുവർ മൗത്ത്, ഇതൊക്കെ എന്താണ്? ഓരോ ആജ്ഞയാണല്ലേ. നമ്മളിങ്ങനെ ഓരോ കമാൻഡ് കൊടുക്കുക, ഇന്നത് ചെയ്യുക അല്ലെ ഇന്നത് ചെയ്യരുത്, അങ്ങനെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ റിക്വസ്റ്റ് കൊടുക്കുക, പൊളൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന്, റിക്വസ്റ്റ് ചെയ്യുന്നതിന്, അത് നമ്മൾ ഇമ്പരേറ്റീവ് സെൻറ്റൻസിൻ്റെ ഗണത്തിൽ പെടുത്തും. അതുപോലെ തന്നെ അഡ്വൈസ് കൊടുക്കുക. എന്താണ്? ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ ഇൻ സമ്മർ. സമ്മറിൽ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക. നമ്മൾ എന്ത് ചെയ്യാണ്? അവിടെ അഡ്വൈസ് കൊടുക്കുകയാണ്. അതുപോലെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങൾ പറയുന്നതിനെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്നു. അലാസ് വി വോണ്ട് ദ